ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ ദൈവികമായ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കുമ്പോൾ ആ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു ജീവിതം. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ജീവിതം, കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം, അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അങ്ങ് പോവുക എന്നുള്ളതല്ല. അതാണിപ്പോൾ ലോകത്തിലുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കണം. അത് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഭൗമികമായ മോഹങ്ങളെല്ലാം അനുസരിച്ച് അതെല്ലാം ലഭിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ മോഹങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എപ്പോൾ ഇത് പറഞ്ഞാലും അത് കുഴപ്പമുള്ള കാര്യമല്ല. കാരണം നിത്യതയുടെ ദർശനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ മനുഷ്യർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലയളവിൽ യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് അങ്ങനെ ഈ ദൈവിക ബന്ധമില്ലാത്തെന്ന് ഞാൻ പറയുന്നില്ല, ബന്ധമില്ലാത്തവരുണ്ട്, അതൊരു ഗ്രൂപ്പ്. പക്ഷേ ബന്ധമുള്ളവരെന്ന് പറയുന്നവരുടെ ഇടയിലും നമുക്ക് ചില ശുശ്രൂഷകളുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം എന്നതിനെക്കുറിച്ച് വേദപുസ്തകം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി, അതാണ് നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ ബോധ്യം, അതാണ് ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ, അതിപ്പം ഈ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു തീർക്കാം എന്നുള്ള ചിന്ത എനിക്കില്ല, എങ്കിലും പറയാവുന്നത്രയും പറയാം. ഞാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണം പറയുന്ന വേദഭാഗമാണല്ലോ നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ഗിരിപ്രഭാഷണം വളരെ കൃത്യമായി, വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് പൊതുവേ അങ്ങനെ പ്രസംഗങ്ങൾ വളരെ കുറച്ചേ കേൾക്കാറുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ ഹൃദയം തുറന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതായ ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മളോടുള്ള കൃത്യമായ ചില ഉപദേശങ്ങളാണ്. അതനുസരിച്ചൊന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ലെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ പറയുന്നവരുമുണ്ട്, അങ്ങനെ പ്രസംഗിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ പലരുമുണ്ട്. അങ്ങനെയല്ലോ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്കിത് നൽകിയത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ചില ആളുകൾ പറയുന്നത്, എന്തിനാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ, നിന്നെ കൊണ്ട് ഒരു കാലത്തും അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് നമ്മളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് ഇങ്ങനെ ഒരു കാലത്തും നിനക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ദൈവം ചെയ്യുമോ? അത് അങ്ങനെ യേശു ചെയ്യുമോ? നമ്മളോട് കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ മാനുഷികമായി നമുക്കതിനുള്ള ശക്തി ഇല്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് നമ്മൾ ഓടുകയാണ്. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ 1000 മീറ്റർ ഓടാനുള്ള ഒരു ഓട്ടം 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ഓടിയില്ലെന്നിരിക്കും. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് കുറച്ചോടാൻ പറ്റും. പക്ഷെ ഓട്ടം തെറ്റരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ ഒരിക്കൽ നമ്മളവിടെ എത്തിച്ചേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസ് ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ
പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്. എന്നാൽ പിന്നീട് പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഓടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓട്ടക്കളത്തിൽ ഒരു സ്പെസിഫിക് ടൈം പെട്ടെന്ന് നമ്മളങ്ങോട്ട് ഓട്ടം തുടങ്ങുമ്പോൾ ടാർഗറ്റ് പോയിന്റ് നമ്മൾ എത്തുന്നില്ല. പക്ഷേ ആ ടാർഗറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കുള്ള ഒരു ഓട്ടമാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഒന്ന് യോഹന്നാൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ പറയുന്നത്, നമ്മൾ ശരിക്കും ആ ഒരു ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ഓടുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ഓടുമ്പോൾ ആ ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ലക്ഷ്യമില്ലാതെ പോകരുത്. ഇപ്പം യോഹന്നാൻ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. യെസ്, വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പക്ഷേ ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇവിടെ ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളൊരു ഓട്ടത്തിലാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് അറിയില്ല, നമ്മൾ ഇന്നതാകുമെന്നറിയില്ല, പക്ഷെ നമ്മൾ ഓടുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണേണ്ടതാകൊണ്ട് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. നമ്മൾ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യമാണ് അതിൻ്റെ ആ അർത്ഥം ശരിയാക്കുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒന്ന്, നാം യേശുവിനെ പോലെ ആയി തീരണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആകണം എന്ന നിർബന്ധമില്ല. പക്ഷെ ഒരിക്കൽ നമ്മൾ അങ്ങനെ ആകും. അതിനുവേണ്ടിയുള്ള യാത്രയിൽ നമ്മൾ അവനെപ്പോലെ ആകുന്നത് എങ്ങനെയാണ്? നിർമ്മലനായിക്കൊണ്ടാണ്, വിശുദ്ധിയിലാണ് നമ്മൾ അവനോട് ചേരുന്നത്. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ അവനെപ്പോലെ ആകുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ നീതീകരിക്കപ്പെട്ടു. അത് പാസ്റ്റ് ടെൻസ് ആണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ നീതീകരിക്കപ്പെട്ടു. അത് നമ്മുടെ രക്ഷയുടെ പ്രഥമ പടിയാണ്. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. യെസ്, അതൊക്കെ നമ്മളൊക്കെ ആ അവസ്ഥയിലാണ്. എന്നാൽ ഈ നീതീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല, ഇനി ഞാൻ നേരെ അങ്ങ് പൊക്കോളും, അവിടെ ചെല്ലും, അതുകൊണ്ട് ഞാനിനി എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്ത ശരിയല്ല. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണം. നീതീകരണം ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് മുന്നോട്ട് പോകുകയാണ്. ഒടുവിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. അതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് അവർ സാൽവേഷൻ. ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോസസ്സാണ്, പ്രോസസ് ഓഫ് സാൽവേഷൻ. ഒടുവിൽ നമ്മൾ നീതീകരിക്കപ്പെടും. ദാറ്റ് ഈസ് പെർഫെക്റ്റ് സാൽവേഷൻ. ആ പെർഫെക്റ്റ് സാൽവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്.
ഈ ഈ പ്രോസസ്സിൽ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. ഇപ്പം നമ്മൾ കർത്താവ് ഗിരിപ്രഭാഷണമൊക്കെ പഠിപ്പിച്ചത്, ആരാ അങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ആർക്കെങ്കിലും പറ്റുമോ? നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരു പക്ഷേ കഴിയില്ല. പക്ഷേ ദൈവം അതിനാണ് നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആ പ്രോസസ് ഓഫ് സാൽവേഷനിൽ, വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ പെർഫെക്റ്റ് സാൽവേഷനിലേക്ക് നമ്മളെ ആക്കി തീർക്കും. പക്ഷേ ഈ പ്രോസസ് ഓഫ് സാൽവേഷനിൽ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇന്നത്തെ ഒരു പ്രശ്നം, പ്രസംഗത്തിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രിവിലേജസിനെ കുറിച്ച് പറയാറുണ്ട്. നമുക്കങ്ങനെയാണ് കർത്താവ് നമുക്കത് തരും, ഇത് തരും, നമ്മളെ അങ്ങനെ ആക്കും, ഇങ്ങനെയെല്ലാം നമ്മുടെ പ്രിവിലേജസിനെ കുറിച്ച് നമ്മൾ പറയും. പക്ഷേ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്നതിൽ പരാജയപ്പെടുന്നു. അതുണ്ടാകരുത്. നമ്മുടെ സഭകളിൽ നമ്മുടെ പ്രിവിലേജസ് നമ്മൾ പറഞ്ഞോ? നമുക്കറിയാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ആ യാത്രയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൽ നിന്ന് പഠിപ്പിക്കാനല്ല ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ദീർഘമായ ബൈബിൾ ക്ലാസ് ആണ്. എന്നാൽ ഇന്ന് ഞാൻ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഗിരിപ്രഭാഷണത്തിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ 5-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ പറയുന്ന ഭാഗ്യവചനങ്ങൾ എന്ന് നമ്മളൊരു പക്ഷേ പറയുമായിരിക്കും. ഭാഗ്യവചനം എന്ന് പറയുന്നതിനേക്കാൾ അനുഗ്രഹീത വചനങ്ങൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ. അത് ലക്കല്ല. ലക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഭാഗ്യം എന്നുള്ള വാക്കിനേക്കാൾ അനുഗ്രഹം. ബ്ലസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ബ്ലെസ്സിങ് ആണ് ഇതെല്ലാം, അനുഗ്രഹങ്ങളാണ്. ബ്ലസ്സഡ് എന്ന വാക്കാണ്, ലക്കി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലസ്സഡ് ആണ് നമ്മൾ. കാരണം ഇതിനകത്ത് ദൈവത്തിനും ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ മതി, നമ്മൾ അനുഗ്രഹീതരായിത്തീരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. 3 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ചെയ്തുവല്ലോ. ഇത്രയും ഭാഗ്യവചനങ്ങൾ പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിന് എന്തോന്നു കൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അടുത്തത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമേ നമുക്കിന്നൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സമയം ശരിയാവുകയുള്ളൂ. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അതൊന്ന് ഞാൻ പറയാം. സമയം ഉണ്ടെങ്കിൽ വെളിച്ചത്തെക്കുറിച്ച് പറയാം. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരു കാര്യം ആദ്യം നമ്മൾ
ആദ്യം കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകണം എന്നല്ല, ആകണം. എന്നാൽ അതിലുപരിയായി നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഉപ്പായി തന്നെ ആയിരിക്കണം, പക്ഷേ നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വി ആർ ദ സോൾട്ട്, യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഉപ്പ് ആകുന്നു, ഓൾറെഡി ആണ്. നമ്മളുടെ പരിശ്രമം കൊണ്ട് നമ്മൾ ഉപ്പാവുകയല്ല. എന്നാൽ നിങ്ങൾ ശിഷ്യനാകുമ്പോൾ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ഉപ്പാണ്. എന്നാൽ ഉപ്പാണെങ്കിൽ ആ ഉപ്പിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ നിർവഹിക്കുന്നവരായിരിക്കണം. ഇത് ശിഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഹി ഈസ് സോൾട്ട് ഓഫ് ദി എർത്ത്. സോൾട്ട് ഓഫ് ദി എർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉപ്പാകണം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പരിശ്രമിച്ച് നേടുന്ന ഒരു കാര്യമായിട്ട് അതായിരുന്നേനെ. പക്ഷെ അല്ല, വി ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. പക്ഷേ ആ ഉപ്പ്, നമ്മൾ പിന്നീട് പറയുന്നുണ്ട്, കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രുചി വരുത്തും. നിങ്ങൾ ഉപ്പാണ്. നിങ്ങൾ എവിടെ നിന്നും കാരം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പുരസം നിങ്ങൾ കൊണ്ടുവന്നതല്ല. ഉപ്പിന് പുറത്തുനിന്ന് ഉപ്പുരസം കൊണ്ടുവരുന്നില്ല. ഉപ്പിൽ തന്നെ അതിൻ്റെ രസമുണ്ട്. ദാറ്റ്സ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ, എന്നാൽ ഈ ഉപ്പ്, അതിൻ്റെ ഉപ്പുരസം കളയാൻ പാടില്ല. അത് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. ഉപ്പുരസം കളയാൻ പാടില്ല. പക്ഷെ ഉപ്പുരസം ഉള്ളത്, വി ഹാവ് ദി സോൾട്ടിനെസ്. ഉപ്പ് നമുക്കുണ്ട്. ഉപ്പിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. വെൻ യു ബിക്കം എ ചൈൽഡ് ഓഫ് ഗാഡ്, നമ്മളൊരു ദൈവ പൈതലാകുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യനാകുമ്പോൾ, കർത്താവിൻ്റെ പൈതലാകുമ്പോൾ, നാച്ചുറലി യു ആർ ബിക്കമിങ് ദ സോൾട്ട് ഓഫ് ദി എർത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മിലെല്ലാം കർത്താവ് ഉപ്പ് രസം നൽകിയിട്ടുണ്ട്. വെൻ യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പാരമ്പര്യ സഭകളിലുള്ളവരെല്ലാം ഞങ്ങൾ കൈപൊക്കി രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. പക്ഷേ വി ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. എന്നാൽ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നുള്ളത് ഓർത്തോണം. ഭൂമിയുടെ ഉപ്പാണ്. ഒന്നാമത്, ദിസ് ഈസ് അവർ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റിയാണിത്. ഐ ആം ദ സോൾട്ട് ഓഫ് ദി എർത്ത്. അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന തിരിച്ചറിവാണ് ഐഡൻറ്റിറ്റി. ഞാൻ ആരാണ്? ഒരു ആത്മീയമായ തിരിച്ചറിവ്. ഹുവമായി. ആ തിരിച്ചറിവ്, നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവ്, അത് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം. പല ഐഡൻറ്റിറ്റി. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു സീ ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ദൈവമക്കളാണെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. എന്നാൽ ദൈവമക്കളായ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരാണ് എന്ന് തിരിച്ചറിയണം. ദാറ്റ് ഈസ് ഓൾസോ ഐഡൻറ്റിറ്റി. ആ ശിഷ്യനാണെന്നുള്ള തിരിച്ചറിയുമ്പോൾ
നമ്മൾ ശിഷ്യന്റെ ജീവിതം ജീവിക്കണം. മക്കളാണെന്നുള്ള തിരിച്ചറിവ് മകനായി ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന തിരിച്ചറിവ് കർത്താവിനോടുള്ള ആ റിലേഷൻഷിപ്പിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. എന്നാൽ അതോടൊപ്പം നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു എക്സ്റ്റെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ് എൻ്റെ ബീയിങ്ങിൽ എനിക്കറിയാം ഹു ആം ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നവരായ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ എനിക്കറിയാം ഐ എം എ ഡിസൈപ്പിൾ. പക്ഷേ ലോകത്തോടുള്ള ബന്ധത്തിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റി ദൈവം തന്ന ഐഡൻറ്റിറ്റിയാണ്. വാട്ട് ഈസ് ദാറ്റ്? യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ രാത്രിയിൽ ഈ ഒരു ഐഡൻറ്റിറ്റി വളരെ ഞാൻ ആരാണെന്ന് എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കണം. ഹുമായി, അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ശരിക്കും എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങളെ പഠിപ്പിക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ബോധ്യമാണ്. എൻ്റെ ഐഡൻറ്റിറ്റി അറിയുമ്പോഴാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ അറിയുന്നത്. പ്രത്യേകിച്ച് ഭൂമിയുടെ ഉപ്പാകെന്ന് പറയുമ്പോൾ ഭൂമിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് എർത്ത്. ഭൂമിയിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഐഡൻറ്റിറ്റി എൻ്റെ ആത്മീയ തിരിച്ചറിവാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കണം. ആ ഐഡൻറ്റിറ്റി ഇൻ റിലേഷൻ വിത്ത് ഗാഡ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. In relation with our other believers, I'm a disciple. And in relation with the earth, I'm the salt of the earth. താഴെയും പറയുന്നുണ്ട്, യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അതും ഐഡൻറ്റിറ്റിയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമായിട്ടും കർത്താവ് പറയുന്ന രണ്ട് ഐഡൻറ്റിറ്റി. എക്സ്റ്റെൻഡഡ് ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞു. കാര്യം ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ആൻഡ് ടു ദി എർത്ത് ഐ എം സോൾട്ട്, ടു ദ വേൾഡ് ഐ എം ലൈറ്റ്. ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഐ ഹാവ് എ മിഷൻ. എനിക്ക് ഒരു ദൗത്യമുണ്ട്. ഭൂമിയിൽ എനിക്കൊരു ദൗത്യമുണ്ട്. അതായത് ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അത് കർത്താവിൻ്റെ വിളിയാണ്. ദാറ്റ് ഈസ് മൈ മിഷൻ. ഞാൻ ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമല്ല, ഞാൻ ഉപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉപ്പായി ജീവിക്കണം. എനിക്ക് ഈ ലോകത്തിൽ ഉപ്പാകണം. ഭൂമിയിൽ എനിക്ക് ഉപ്പാകണം. ദാറ്റ് ഈസ് മൈ കോളിംഗ്. ദാറ്റ് ഈസ് മൈ കോളിംഗ്. എൻ്റെ വിളി അതാണ്. ഭൂമിയുടെ ഉപ്പാകുവാൻ, ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ. ദാറ്റ് ഈസ് മൈ കോളിംഗ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മൈ ഐഡൻറ്റിറ്റി, ഐ എം സോൾട്ട് ഓഫ് ദി എർത്ത്, ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആൻഡ് ഐ നീഡ് ടു നോ ദാറ്റ് ദിസ് ഇസ് മൈ കോൾ. ഇതെൻ്റെ വിളിയാണ്. ഇതെൻ്റെ മിഷനാണ്. മിഷൻ എന്ന് പറയുന്നത് ദൈവം ഭരമേൽപ്പിക്കുന്നതാണ്. നമ്മളൊരു മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോട് പറയുകയാണ്, യു ഗോ ആൻഡ് ടെൽ ദിസ് ടു സച്ച് ആൻഡ് സച്ച് പീപ്പിൾ. ഈ ഇന്ന ആളുകളോട് നീ ഇത് പോയി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ദൗത്യമാണ്. മൂന്നാമത്, അത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പോണം.
എന്നോട് അത് പോയി പറയാൻ പറഞ്ഞാൽ ഞാൻ പോയി അത് പറയണം. അത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒന്ന്, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. 2, ഇത് എൻ്റെ ദൗത്യമാണ്, മിഷനാണ്. 3, ആ മിഷൻ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമാണ്. അതെവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ നിമിഷങ്ങളിലും നമ്മൾ പറയണം, നമ്മളോട് തന്നെ പറയണം, ഗോഡ് ഹാസ് കോൾഡ് മീ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു ഭൂമിയുടെ ഉപ്പാകുവാനും ലോകത്തിൻ്റെ വെളിച്ചമാകുവാനും. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ്. വെറുതെ അങ്ങനെ വായിച്ചു പോയാൽ പോരാ. കാര്യം ഇതൊരു ചെറിയ വാക്കിവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്തോരം വലിയൊരു റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഭൂമിയുടെ ഉപ്പാകുവാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കും. ദൈവം എന്നെ എന്തിനു വിളിച്ചു? ദൈവം വിളിച്ചതിന് പല കാരണം കാണും. പക്ഷേ ഭൂമിയോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇഫ് ദാറ്റ് ഈസ് മൈ മിഷൻ, ദൈവം എന്നെ ഈ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. എപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയണം, ഗോഡ് ഹാസ് കോൾഡ് മീ ടു ബിക്കം ദ സോൾട്ട് ഓഫ് ദിസ് എർത്ത് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഭൂമിയുടെ ഉപ്പാകുവാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ചർച്ചിന്, ഓരോ വ്യക്തികൾക്കും നമ്മളോട് തന്നെ ഒന്ന് പറയാൻ പറ്റുമോ, ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഉപ്പാകുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്, അല്ലെങ്കിൽ ഉപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് അറിയണം. ഇവിടെ കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് മൈ മിഷൻ, ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അത് എൻ്റെ ആത്മീയ തിരിച്ചറിവാണ്. ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുന്നു. ഭൂമിയുമായുള്ള ബന്ധത്തിൽ എന്താണ് എൻ്റെ മിഷൻ എന്ന് പറയുന്നു. അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥമല്ല, അതിനോട് ചേർന്ന് ആ കാലയളവിൽ ഉപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി കോസ്റ്റ്ലി. അന്ന് ഉപ്പ് നല്ല വില കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതുപോലെ റോമൻ ഗവൺമെൻറ്റിലെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ കൊടുത്തിരുന്നു. സമുദ്രത്തിൽ വെള്ളം വറ്റിച്ചെടുത്താൽ ഉപ്പ് കിട്ടുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഒരു പ്രോസസ്സ്, അതൊരു വലിയൊരു പ്രോസസ്സാണല്ലോ. അത് ഒരു എക്സ്പെൻസീവായിട്ടാണ് അന്ന് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും ഉപ്പ് അവൈലബിൾ അല്ലായിരുന്നു. കിട്ടും, നല്ല വില കൊടുക്കണം. അതുകൊണ്ട് പട്ടാളക്കാർക്ക് ശമ്പളത്തിൻ്റെ കൂട്ടത്തിൽ ശമ്പളമായിട്ട് കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിരുന്നു. ഉപ്പ്, സോൾട്ട് എന്ന വാക്ക് സാലറി എന്ന വാക്കുമായിട്ട് തന്നെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഉപ്പ് വിലയുള്ളതാണ് എന്നുള്ള ഒരർത്ഥമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ വിലയില്ലാത്തവരല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളവരാണ്. നമുക്ക് വിലയുണ്ട്. ഇൻ ഗാഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വിലയുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. നിങ്ങൾ വിലയില്ലാത്തവരല്ല. കാരമുള്ള ഉപ്പിന് വിലയുണ്ട്. കാരമില്ലാത്ത ഉപ്പ് വെറുതെ ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. നിങ്ങൾ വിലയുള്ളവരാണ്. എന്നാൽ
ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് വിടുന്നത് മറ്റുള്ളവർക്ക് ഉപ്പാകുവാനാണ്. ഉപ്പ് ഉപ്പിന് തന്നെയല്ല രുചി വരുത്തുന്നത്. ഉപ്പ് ഉപ്പിൽ തന്നെയല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി. ഉപ്പ് എപ്പോഴും നമ്മൾ ഉപ്പ് ഒന്നുകിൽ നമ്മൾ സോൾട്ട് രുചി വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ അതിൽ കൂടുതലായിട്ട് യേശുവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ സോൾട്ട് ഉപയോഗിച്ചിരുന്നത് പ്രിസർവേഷന് വേണ്ടിയാണ്. കൂടുതൽ രുചി വരുത്താൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പ്രിസർവേഷന് വേണ്ടി. അതായത് ഇന്നത്തെ പോലെ നമുക്ക് ഫ്രീസറും, ഇന്നിപ്പം നമ്മൾ ഇച്ചിരി ഇറച്ചി വാങ്ങിച്ചാലും അത് ഫ്രീസറിൽ വെക്കുന്നു. അവിടെ നമ്മൾ അത് പ്രിസർവ് ചെയ്യുന്നു. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്നുമില്ല, അടുത്ത കാലം വരെ ഇല്ലായിരുന്നു. ആ കാലയളവിൽ ഇപ്പം മാംസം കേടുപറ്റാതെ സൂക്ഷിക്കുന്നതിന്, ഒത്തിരി കാലത്തേക്കല്ല എന്നാലും കേടുപറ്റാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സോൾട്ടാണ്. ഉപ്പ് പൊതിഞ്ഞു വെക്കും. മീനും മാംസവും ഒക്കെ ഉപ്പ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ക്വാളിറ്റിയാണ്. പ്രിസർവ് ചെയ്യുന്ന ക്വാളിറ്റി. ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ചീയൽ മാറ്റി പ്രിസർവ് ചെയ്യുന്നതായ ഒരു ക്വാളിറ്റി ഉപ്പിനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപ്പ് തനിയെ ഇരുന്നാൽ അതിന് ആരെയും പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. പ്രിസർവ് ചെയ്യണമെങ്കിൽ ഇൻവോൾവ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ കറിക്കകത്ത് ഉപ്പിട്ടാൽ പോലും പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി ഉപ്പ് കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ കറിയിലേക്ക് ഉപ്പ് പരന്നു വരത്തില്ല. ഉപ്പ് അതിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് ഇൻവോൾവ്മെൻറ്റ് വേണം. അത് സമൂഹവുമായിട്ട്, ലോകത്തിൻ്റെ ഉപ്പാണെങ്കിൽ നമ്മൾ ലോകവുമായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരവസ്ഥ പറ്റില്ല. നമുക്ക് സെപ്പറേഷൻ, ഞാൻ സെപ്പറേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. വേർപാടിൻ്റെ ഉപദേശം ഞാൻ കഴിവുള്ളിടത്തോളം എല്ലായിടത്തും പഠിപ്പിക്കുന്ന ആളാണ്. അതല്ല ഞാൻ പറഞ്ഞത്, വേർപാട് വേണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വേർപാടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതിരിക്കുന്നതല്ല വേർപാടെന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ മൊണാസ്ട്രിയും അതുപോലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് അവർക്ക് ലോകവുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരെ ദൈവം വിളിച്ചു, അവർ ദൈവത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ലോകവുമായി ബന്ധപ്പെടാതെ മൊണാസ്ട്രികളിൽ കഴിഞ്ഞിരുന്നവരുണ്ട്. അങ്ങനെ മൊണാസ്ട്രികളിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഭാഗം എന്താണ്? നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ, ആരോടും മിണ്ടാതെ ജീവിക്കാൻ, അല്ലെങ്കിൽ ആരുമായി ഒന്നും സഹകരിക്കാതെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ലോകത്തോട് സഹകരണം വേണം, പക്ഷെ ലോകക്കാരാകരുത്. കർത്താവ് തന്നെ പറഞ്ഞു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൽ നിന്ന് എടുക്കുന്നതല്ല, ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, പക്ഷേ ലൗകികതയിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ സോൾട്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ സോൾട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സമൂഹവുമായിട്ട് ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ് എന്ന് നമുക്ക് പറയണം, നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ഒന്നാമത്തെ കാര്യം പ്രിസർവേറ്റീവ് ക്വാളിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൻ്റെ മേൽ നമുക്കൊരു ആത്മീയ സ്വാധീനമുണ്ടാകണം. ഒരു ആത്മീയ സ്വാധീനം. അങ്ങനെ ആത്മീയ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉപ്പായിരിക്കണം.
അതായത് നമ്മൾ ആ ദൈവികതയിൽ തന്നെ നിൽക്കണം. നമ്മൾ ലൗകികരായാൽ നമുക്ക് ഉപ്പാകാൻ പറ്റില്ല. ഭൂമിയുടെ ഉപ്പാകണമെങ്കിൽ നമ്മൾ ലൗകികരാകരുത്, ലോകക്കാരായിരിക്കരുത്. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ ലോകക്കാരായിരിക്കുന്ന അവസ്ഥയല്ല. എന്നാൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ, ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഭാഗമല്ല. എല്ലാവരെയും പോലെ ആകാൻ നമുക്ക് കഴിയില്ല. ലോകത്തിൻ്റെ മേൽ ഒരു ഉപ്പ് എന്നതുപോലെ നമുക്കൊരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ഒന്ന്, നാം സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. നമ്മൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോഴാണ് നമുക്ക് ഉപ്പാകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമായി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ആടരുതെന്ന് നമ്മൾ പറയുമല്ലോ. നമ്മുടെ ഇന്നത്തെ പ്രശ്നം, വിശ്വാസികളെന്ന് പേർ പറയുന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവരാ. അങ്ങനെയല്ല. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ദൈവികമായ ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കണം. ഐഡന്റിറ്റി സൂക്ഷിക്കണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭാഗ്യവചനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന്. ആ ബിയാറ്റിറ്റ്യൂഡ്സ് വായിച്ചാൽ നമുക്കറിയാം, ആ ബിയാറ്റിറ്റ്യൂഡ്സിലെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവര് ഇൻവോൾവ് ആണ്. പക്ഷെ ഇൻവോൾവ് ആണെങ്കിലും അവരവരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുന്നവരാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അവർക്ക് അതവരുടെ ഐഡന്റിറ്റിയാണ്. സൗമ്യതയുള്ളവരായിരിക്കും. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വെറും ദാരിദ്ര്യമല്ല, ആത്മാവിലെ ദാരിദ്ര്യം, അതായത് അവർക്ക് ആത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഒരു കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാംക്ഷിക്കുന്നത്. അപ്പോ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി വലിയ ദാഹമുള്ളവരാണ്. ആത്മാവിൽ ദരിദ്രരായവർ. ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നവനല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പറയുന്നത്, എനിക്ക് കൂടുതൽ ആത്മീയ അനുഭവങ്ങൾ വേണം, ദൈവ അനുഭവങ്ങൾ വേണം. അതിനുവേണ്ടിയുള്ള വലിയ ദാഹം, ഒരു ദാരിദ്ര്യം നമുക്ക് ആവശ്യമുണ്ട്. അവൻ്റെ ദാഹം മുഴുവൻ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ളവർ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ നമ്മളിവിടെ ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ലൗകികരായ ആളുകൾ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ അതിലവർക്ക് ദാരിദ്ര്യം ഫീൽ ചെയ്യുമ്പോൾ, എനിക്കിതുപോലെ, ഈ കാറ് പോലെ വേറെ കാറ് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ഭൗമിക മോഹങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സ്പിരിച്വൽ തിങ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഉപ്പാകുവാൻ കഴിയുന്നത്. അപ്പൊ ആൾക്കാർ പറയും, ഇവൻ ആകെപ്പാടെ ദൈവമേ എന്നൊരു ചിന്തയുള്ളൂ, അവന് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും അല്ല വിഷയം. അവൻ ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ ദുഃഖം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്. ദോസ് ആർ മോൺ, അവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മുടെ സൗമ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെയാണ് നമ്മൾ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്. നാം സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ
ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. നീതിയാ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് അവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ഭൂമിയിൽ നീതി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അനുഭവം. അതാ കാര്യം. ദൈവവും അത് തന്നെയാണ്. ഇതെല്ലാം ആ ദൈവം നമ്മളാണ് ഇത് നമ്മിൽ വരുന്നത്. നീതിക്ക് ഭാഗ്യവാന്മാർക്ക് തൃപ്തി വരും. ഓരോന്നും ഇന്നതിനുള്ള സമയമില്ല. ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നും ഞാൻ പറയുന്നില്ല. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെങ്കിൽ, നമ്മൾ ഉപ്പാകണമെങ്കിൽ, നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. നമ്മുടെ നീതി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പക്ഷേ ഒരു കാര്യം, നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ തുടങ്ങിയാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ ഉപദ്രവിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. എന്നാലും നമ്മൾ നീതി വിട്ടുപോകുവാൻ പാടില്ല, ഉപദ്രവിക്കപ്പെട്ടാലും. കാര്യം അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഉപ്പാകുവാൻ കഴിയുകയുള്ളൂ. നീതിക്ക് വേണ്ടി നിലകൊണ്ട യോസഫിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന വേദഭാഗം, ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിക്കാം. 39-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. യോസഫിനെ കുറിച്ച്. യോസഫ് അവിടെ പോത്തിഫർ എന്ന് പറയുന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവന് അവിടെ തന്നെ അവിടെ ഒരു ഇൻഫ്ലുവൻസ് അവനുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ഒരാൾ യോസഫിനെ ഒരു മിസ്രൈമ്യൻ വിലയ്ക്ക് വാങ്ങി. ആ മിസ്രൈമ്യന്റെ അടുത്ത് യോസഫ് ഉപ്പായിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോസഫിന്റെ ജീവിതം കൊണ്ട് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. ചില ദിവസങ്ങൾ പോത്തിഫറിന്റെ വീട്ടിൽ അവൻ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ അവനൊരു ഹയർ പൊസിഷനിലേക്ക് പിന്നെ വരുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് 2-ാമത്തെ വാക്യത്തിൽ, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. നോക്ക്, യോസഫ് ശരിക്കും ഉപ്പായി നിൽക്കുകയാണ്. മിസ്രൈമ്യന്റെ വീട്ടിൽ യോസഫ് ഉപ്പാവുകയാണ്. നമുക്ക് നമ്മുടെ ഓഫീസിലൊക്കെ ഉപ്പാകണം. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളാകണം. യഹോവ യോസഫിനോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും 3-ാമത്തെ വാക്യത്തിൽ അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. നോക്ക്, യോസഫ് അവൻ്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാ നമ്മൾ ഉപ്പാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണം. പോത്തിഫറിന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ അവൻ്റെ യജമാനൻ എന്താ പറയുന്നത്? യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. യോസഫിന്റെ ദൈവം മിസ്രൈമ്യ ദൈവമല്ല, യഹോവയാണെന്നുള്ളത് അവൻ്റെ യജമാനൻ അറിഞ്ഞു. അതവൻ്റെ പ്രവൃത്തികളിലൂടെ അറിഞ്ഞു.
ഒരടിമയായി വിൽക്കപ്പെട്ടപ്പോൾ പോലും, ഞാൻ ആ സംഭവം നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ചരിത്രത്തിൻ്റെ വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അടിമയായി വിൽക്കപ്പെട്ട് പോത്തിഫറിൻ്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ പോലും അവൻ്റെ ഐഡന്റിറ്റി അവൻ സൂക്ഷിച്ചു. അവൻ യഹോവയുടെ ദാസനാണെന്നുള്ളത് അവൻ്റെ യജമാനൻ അറിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്ന് അവൻ്റെ യജമാനൻ കണ്ടു. അങ്ങനെ ഉപ്പായി, പോത്തിഫറിൻ്റെ വീട്ടിൽ യോസഫ് ഉപ്പായി തീർന്നു. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ ഉപ്പാകണം, നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കണം. അങ്ങനെ ഐഡന്റിറ്റി സൂക്ഷിച്ചാൽ നമ്മുടെ മേലധികാരികൾ പോലും മനസ്സിലാക്കും നമ്മളെ സഹായിക്കുന്നത് യഹോവയാണ്, ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കും. വെളിച്ചമാണ് സാധാരണ രീതിയിൽ പ്രഘോഷണം നടത്തുന്നത്. പക്ഷേ ഇവിടെ ഉപ്പ് തന്നെ പ്രഘോഷണം പരസ്യമായിട്ട് നടത്തിയില്ലെങ്കിൽ പോലും അത് നടത്തുകയാണ്. അതുകൊണ്ട് 4-ാമത്തെ വാക്യം, യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു, അവനെ ഗൃഹവിചാരകനാക്കി, തനിക്കുള്ളതൊക്കെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. നോക്കുക, ഇതുപോലെ ഉപ്പാകാനായിട്ട് നമുക്ക് കഴിയുമോ? നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയണം, മറ്റുള്ളവരെ അറിയണം, രുചി വരുത്തണം. അതൊക്കെ നമുക്ക് പിന്നീട് ഒത്തിരി ഉണ്ട് അത് പറയാൻ. അവൻ്റെ യജമാനൻ അത് അറിഞ്ഞു. ആ യജമാനൻ അവനെ സകലത്തിനും മേലധികാരിയാക്കി വെച്ചു. യോസഫ് നീതിമാനായിരുന്നു. അവൻ ആ ദൈവികത സൂക്ഷിച്ചു. എന്നാൽ അവൻ്റെ നീതി മാനുഷികമായി പറഞ്ഞാൽ അവനെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെന്ന് കർത്താവ് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ നീതിമാന്മാരാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവവും സഹിക്കേണ്ടി വരും. പക്ഷേ തളർന്നു പോകരുത്. അങ്ങനെ ഉപദ്രവം സഹിക്കേണ്ടി വരുന്നവരെ കുറിച്ചും കർത്താവ് പറയുന്നത് അവർ ഭാഗ്യവാന്മാർ എന്നാണ്. ഇവിടെ യോസഫിന്റെ കാര്യത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്റെ മേൽ കണ്ണുപതിച്ചു, എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. നോക്ക്, നമ്മൾ നീതിയോടെ ജീവിച്ചാൽ നീതിയിൽ നിന്ന് നമ്മളെ വേർതിരിക്കുവാൻ, നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ ലോകത്തിൻ്റെ ശക്തികൾ വരും, അതിന് സംശയമൊന്നുമില്ല. ഇവിടെ യോസഫിന്റെ യജമാനൻ മനസ്സിലാക്കി യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന്. പക്ഷെ അവൻ്റെ ഭാര്യ യോസഫിന്റെ കൂടെയുള്ള യഹോവയെ കണ്ടില്ല. യോസഫിന്റെ മുഖരൂപം മാത്രമേ കണ്ടുള്ളൂ. അവിടെ പറയാ, അവൻ കോമള രൂപിയാ, അവനെ കണ്ടാ എന്നോ രസമാ, ഇവന്റെ കൂടെ ഒന്ന് കിടക്കണം. ഞാനങ്ങ് പച്ചയായിട്ട് പറയുക, ഇവന്റെ കൂടെ ഒന്ന് കിടക്കണം, എന്നാ രസമായിരിക്കും, എന്നാ മനോഹര രൂപിയാ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഉപ്പൊക്കെ ആയിരിക്കും, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പക്ഷേ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഇവിടെ സെക്സാണ് വിഷയമെങ്കിൽ നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ അതായിരിക്കത്തില്ല, വേറെ വല്ല കാര്യങ്ങളും ആയിരിക്കും.
ഒരു പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളോട് പറയുമായിരിക്കും, നീ ഒന്ന് കണ്ണടച്ചാൽ നിനക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാകും. നീ ഇങ്ങനെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിൽ നീ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചാൽ, അതൊന്നും ഇക്കാലത്ത് എല്ലാവരും ചെയ്യുന്നതാ മക്കളെ അതൊക്കെ. പക്ഷേ യോസഫിന്റെ ഭാര്യ ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് അവനെ സ്വാധീനിക്കാൻ നോക്കിയപ്പോൾ അവൻ പറയുന്നത്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ മഹാദോഷം ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല ഇവൻ അവളുടെ കൂടെ കിടന്നാൽ. പക്ഷേ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ജീവിക്കുന്നത്. ദൈവം എന്നെ ഉപ്പാക്കിയിരിക്കുകയാണ്, വെളിച്ചമാക്കിയിരിക്കുകയാണ്. ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യാൻ, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് ഞാൻ ചെയ്യില്ല. ഉപ്പ് എപ്പോഴും അതിൻ്റെ സോൾട്ടിനെസ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാരമില്ലാത്ത ഉപ്പായി പോകും. അതൊരിക്കലും ഉണ്ടാകരുത്. വി നീഡ് ടു കണ്ടിന്യൂ ആസ് സോൾട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോൾട്ടിനെസ് കളഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്യുകയാണ്. കർത്താവ് പറയാൻ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോകരുത്. എപ്പോഴും ആ ഉപ്പുരസം സൂക്ഷിക്കണം, ആ ദൈവികത സൂക്ഷിക്കണം. നമ്മിലുള്ള ദൈവിക ഗുണങ്ങളാണ് ഉപ്പ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ കണ്ടത്. നിങ്ങൾക്ക് അതൊക്കെയാ വേണ്ടത്. സൗമ്യത വേണം, നീതി വേണം, കരുണ വേണം. അതൊക്കെ വായിക്കുക. അതൊക്കെയാണ് വേണ്ടത്. അത് ദൈവികതയാണ്. ആ ദൈവികത വിട്ടുകളഞ്ഞാൽ പിന്നെ വഴിയിലിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇവിടെ ഞാൻ പറയട്ടെ, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത്. നമ്മൾ ഓർക്കുക, ചെറിയ കള്ളത്തരം കാണിച്ചാൽ അത് സാരമുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കരുത്. ഞാൻ ദൈവത്തോട് പാപം ചെയ്യുകയാണ്. ഇതൊരു മഹാദോഷമാണ് എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ഈവിൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ലറ കാര്യമല്ല. നാട്ടുകാർ പറയുമായിരിക്കും, അതൊരു ചെറിയ കാര്യമല്ലേ. നോ, ഇഫ് യു ആർ സോൾട്ട്, യു കനോട്ട് ഇൻവോൾവ് വിത്ത് എനി ഓഫ് ദ വേൾഡ്ലി തിങ്സ്, ഈവിൾ തിങ്സ്, ഗ്രേറ്റ് ഈവിൾ. ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഞാനത് ചെയ്താൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുക. ദൈവം എന്നെ സോൾട്ടാക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് മൈ മിഷൻ, ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാനത് ചെയ്യില്ല. എങ്ങനെ? എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ അവൾ ചിന്തിച്ചില്ല, ഇവനെ വെറുതെ ഉപദ്രവിക്കേണ്ട, അവൻ്റെ ദൈവമാ വലുത് എന്നൊന്നും ചിന്തിച്ചില്ല. അവൾ ദിനം പ്രതിയും യോസെഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. അപ്പോൾ അവൾ ചിന്തിച്ചു, ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല. അതാണെന്നേ, നമ്മൾ യഥാർത്ഥ ആത്മീയതയ്ക്ക് വേണ്ടി നിന്നാൽ, ഉപ്പായി ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ, ചിലപ്പോൾ നീതി നിമിത്തം നമ്മൾ ഉപദ്രവിക്കപ്പെടേണ്ടി വന്നേക്കാം. യോസെഫ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ടി വരുന്നതാ നമ്മൾ കാണുന്നത്. ഒരു ദിവസം യോസഫ് അവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. ഈ പെണ്ണിനെ കാണാൻ പോയതല്ല, അവൻ്റെ ജോലി ചെയ്യാൻ പോയതാ. അല്ലാതെ ഈ പെണ്ണിനെ കാണാൻ അവന് മോഹമൊന്നുമില്ലായിരുന്നു. മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണ് അവൻ. എന്നാൽ അവൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു, എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൾ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പുറത്തേക്ക് ഓടിക്കളഞ്ഞെന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ വഴികളിൽ നിൽക്കരുത്.
നിന്നാൽ അവൾ ഇരിക്കും, ഇരുന്നാൽ കിടക്കും. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉപ്പാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓടിപ്പോകേണ്ടി വരും. ഒരു കോംപ്രമൈസും പാടില്ല. പാപത്തോട് കോംപ്രമൈസ് പാടില്ല. ഉപ്പിന്റെ പ്രത്യേകതയാ, കോംപ്രമൈസ് ഇല്ല. കോംപ്രമൈസ് ഇല്ല. യോസഫിന് കോംപ്രമൈസ് ഇല്ലായിരുന്നു. അവൾ ആ വസ്ത്രം എടുത്ത് വീട്ടിലുള്ളവരെ വിളിച്ച് നമ്മൾ കാണുന്നത് യോസഫിനെതിരായിട്ട് ഒരു കള്ളസാക്ഷി പറയാണ്. അതായത് ഇവളെ ഉപദ്രവിക്കുവാൻ വേണ്ടി അവൾ എഴുതിയിരിക്കുന്ന, അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു, ഞാൻ ഉറക്കം നിലവിളിച്ചു. നോക്ക്, എന്തോരും കള്ളത്തരമൊക്കെ പറയുന്നത്. അതിനൊന്നും ജനങ്ങൾക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീതിക്ക് വേണ്ടി നിലകൊണ്ടാൽ ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടുവാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, യജമാനൻ വീട്ടിൽ വരുന്നത് വരെ അവൾ ആ വസ്ത്രം വെച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് അവളൊരു ഭയങ്കര കള്ളത്തരം പറയാ, നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു, ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസഫിനെ യജമാനൻ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ചിലപ്പോൾ നീതി നിമിത്തം നമ്മൾ ഉപദ്രവിക്കപ്പെടേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരിക്കലും ദോഷമായി ഭവിക്കുകയില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, അങ്ങനെ ഈ കാരാഗൃഹത്തിൽ ചെന്നു, നമുക്ക് കഥ അറിയാമല്ലോ. കാരാഗൃഹ പ്രമാണി അവന് എന്ത് ചെയ്തു? സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനെ വിചാരകനാക്കി. അവിടെയും 23-ാം വാക്യത്തിൽ യഹോവ അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ടും അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. യഹോവ അവനോട് കൂടെ ഇരുന്നു. പോത്തിഫറിന്റെ കൂടെ നിന്നപ്പോൾ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ കാരാഗൃഹത്തിൽ പോകേണ്ടി വന്നു, പക്ഷേ കാരാഗൃഹത്തിലും യഹോവ അവനോട് കൂടെ ഇരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ നമ്മുടെ കൂടെ യഹോവയുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ടി വന്നാലും അവിടെയും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. എന്ന് തന്നെയല്ല, ആ കാരാഗൃഹത്തിൽ അവൻ കിടന്നപ്പോഴാണ് നമുക്കറിയാവുന്നത് പോലെ അവന് സ്വപ്നം വിവരിക്കുന്നത്, പാനപാത്രവാഹകന്റെയും അപ്പക്കാരൻ്റെയും സ്വപ്നം വിവരിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. അങ്ങനെ സ്വപ്നം വിവരിച്ചത് കൊണ്ട് അതിനകത്ത് പാനപാത്രവാഹകനെ ഫറവോൻ വീണ്ടും അവിടെ സ്ഥാപിച്ചു. പക്ഷെ അവന് യോസഫിന്റെ കാര്യമൊന്നും ഓർത്തില്ല. യോസഫ് അവനോട് പറയുന്നുണ്ട്, സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞ് അവനെ വിട്ടു കഴിഞ്ഞപ്പോൾ അവന് പറയുന്നുണ്ട്. നമുക്കറിയാം, 40-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. ഞാൻ ഈ കുണ്ടറയിൽ കിടക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. എന്നാൽ അതിൻ്റെ 23-ാം വാക്യത്തിൽ, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. അവനിപ്പം പാനപാത്രവാഹകനാണ്, പക്ഷേ അവൻ യോസഫിനെ മറന്നു കളഞ്ഞു. നമ്മളെ സമൂഹം മറന്നാലും നമ്മൾ ഉപ്പായി തന്നെ കഴിയണം. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു.
അതിനുശേഷം 2 സംവത്സരം കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഈ 2 സംവത്സരവും യോസഫ് കാരാഗൃഹത്തിൽ തന്നെയായിരുന്നു. 41 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടപ്പോൾ പാനപാത്രവാഹകൻ ഓർത്ത് ഫറവോനോട് പറഞ്ഞു, യോസഫ് എന്ന് പറയുന്ന ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ സ്വപ്നത്തെ വിവരിച്ചു തന്ന കാര്യമൊക്കെ അവനൊന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫറവോന്റെ സ്വപ്നം യോസഫ് വിവരിച്ചു കൊടുക്കുന്നതാ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കാണുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിനുശേഷം നമ്മൾ 42 അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഫറവോൻ അവനെ തൻ്റെ ഗൃഹത്തിനൊക്കെയും മേലധികാരിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മേലധികാരിയാക്കി. പിന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഫറവോന്റെ രണ്ടാമനായി യോസഫ് വാഴുകയാണ്. അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം മറ്റൊന്നുമല്ല, ഈ പോത്തിഫറിന്റെ ഭാര്യ ഇവനെ ഉപദ്രവിച്ച് ജയിലിലാക്കിയില്ലായിരുന്നെങ്കിൽ കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹ പ്രമാണി ഇവനെ അവരുടെ അധിപതിയാക്കുകയും ഈ സ്വപ്നങ്ങൾ പാനപാത്രവാഹകന്റെ സ്വപ്നം വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെല്ലാം കാരണം എന്താണ്? ഇവൻ ജയിലിൽ കിടന്നതാ. ജയിലിൽ കിടന്നത് കൊണ്ടാണ് പാനപാത്രവാഹകന്റെ സ്വപ്നം വിവരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ സ്വപ്നം വിവരിക്കുവാൻ തക്കവണ്ണം അവനെ വിളിപ്പിച്ചത്. അതുകൊണ്ടാണ് അവൻ മുഴുവൻ മിസ്രയീമിനും അധിപതിയായി ഫറവോന്റെ രണ്ടാമനായി വാണത്. ഇതെല്ലാം സംഭവിച്ചത് ഒരിക്കൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അത് നമ്മൾ മനസ്സിലാക്കണം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഭൂമിയിൽ ഇതൊക്കെ കിട്ടിയ കാര്യമാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭൂമിയിൽ ഫറവോന് രണ്ടാമനായില്ലോ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എന്നാൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ദൈവരാജ്യം നിങ്ങൾക്കുണ്ടായി വരും എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ കാര്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ നാം ഉപ്പാണെങ്കിൽ നമ്മൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആളരുത്. നീതിയുള്ള ജീവിതം ജീവിക്കണം. അതിന് ചിലപ്പോൾ വില കൊടുക്കേണ്ടി വന്നേക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടേക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉപദ്രവിക്കപ്പെട്ടേക്കാം. പക്ഷേ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഉപ്പ് തീർച്ചയായും ഒരു പ്രിസർവിങ് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രിസർവിങ് ക്വാളിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. യോസഫിൻ്റെ ഉദാഹരണം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ സഹോദരന്മാരവനെ ഫറവോ അല്ലെങ്കിൽ മിസ്രൈമ്യർക്ക് വിറ്റ് കളഞ്ഞു. അവിടെ തൊട്ടേ അവൻ ഉപദ്രവിക്കപ്പെടുകയാണ്. ദൈവം അവന് കാണിച്ചു കൊടുത്ത സ്വപ്നം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവനെ വിറ്റ് കളഞ്ഞു. അവൻ പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നു. അവിടെ നിന്നും നീതി നിമിത്തം വീണ്ടും അവന് തടവറയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അവിടെ നിന്നും അവൻ വീണ്ടും ഫറവോന്റെ രണ്ടാമനായി തീർന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഫറവോന്റെ രണ്ടാമനായപ്പോഴും അവൻ ഉപ്പായിരുന്നു. അവൻ്റെ ഐഡന്റിറ്റി അവൻ ഒരിക്കലും മായ്ച്ചു കളഞ്ഞിട്ടില്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഏറ്റവും അവസാനം വരെ അവൻ നിലകൊണ്ടു എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോട് ചേർന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉപ്പ് പ്രിസർവിങ് ക്വാളിറ്റി മാത്രമല്ല, ഉപ്പ് രുചി വരുത്തുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിന് നമ്മൾ രുചി വരുത്തുകയാണ്. അത് നമ്മൾ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗങ്ങളിലെല്ലാം കാണുന്ന കാര്യം അതാണ്, രുചി വരുത്തുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മൾ രുചി വരുത്തുകയാണ്. ജനങ്ങളോട് കരുണ കാണിക്കണം. ബി മേഴ്സിഫുൾ. പ്രതിസന്ധിയിലുള്ളവരോട് കരുണ കാണിക്കണം. നമ്മുടെ ഓഫീസിൽ നമ്മൾ കരുണ കാണിക്കണം. അപ്പോഴാണ് നമ്മൾ ഉപ്പാകുന്നത്. നമ്മുടെ സഭയിൽ, നമ്മുടെ തെരുവിൽ, എല്ലായിടത്തും നമ്മൾ ഉപ്പാകണം, കരുണ കാണിക്കണം. നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കണം, സമാധാനം ഉണ്ടാക്കണം. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. മനുഷ്യർക്ക് സമാധാനമില്ല, ദേശത്തിന് സമാധാനമില്ല, രാജ്യങ്ങൾക്ക് സമാധാനമില്ല, ലോകത്തിന് സമാധാനമില്ല. ഇവിടെ നമ്മൾ സമാധാനത്തിൻ്റെ പ്രചാരകരാകണം. നമ്മൾ രുചി വരുത്തുന്നവരായിരിക്കണം. പല പ്രതിസന്ധികളിലുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോടൊക്കെ നമ്മൾ രുചി വരുത്തുന്നവരായിരിക്കണം. ഫിസിക്കൽ നീഡ്സ് ആവശ്യമുള്ളവരുണ്ട്, സൈക്കോളജിക്കൽ നീഡ്സ് ആവശ്യമുള്ളവരുണ്ട്. ഒന്നും വിവരിക്കാൻ ഇന്ന് നമുക്ക് നേരമില്ലല്ലോ. നമ്മുടെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അതാണ് എൻ്റെ പ്രാഥമികമായ ഐഡൻറ്റിറ്റി. ഐ എം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് എ റിയാലിറ്റി. എന്നാൽ ഭൂമിയുമായുള്ള ബന്ധത്തിൽ ഞാൻ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി? ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ പഠിക്കണം, നിങ്ങളതൊക്കെ വായിക്കണം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.